പക്ഷേ ഈ കണ്ണൂർ ജില്ലയിൽ നിരവധി അക്രമ സംഭവങ്ങൾ നടക്കാറുണ്ട്, നടന്നിട്ടുമുണ്ട്. അങ്ങനെ അതിലൊക്കെ കോടതി കേസ് ഇങ്ങനെ ദീർഘകാലം പോകാറുണ്ട്. ഇപ്പോൾ ശ്രീ പി ജയരാജന് നേരെ നടന്ന ആക്രമണത്തിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ഒരാൾ മാത്രം ശിക്ഷ വിധിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ വെറുതെ വിട്ടുകൊണ്ടൊരു വിധി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാഷിൻ്റെ ആ ഒരു ആക്രമണത്തിൽ എത്ര പേര് ശിക്ഷിക്കപ്പെട്ടു? എന്താണ് അതിൻ്റെ അവസ്ഥ? എൻ്റെ നേരെ നടന്ന ആക്രമണത്തിൻ്റെ കേസ് വളരെ രസകരമാണ് വൈദ്യുത്ത്. അതായത് കേസ് അന്ന് പിന്നെ എൻ്റെ നേരെ ആക്രമണം നടന്നു രാത്രി ഒരു 8-8:30 മണി നേരത്ത്. അത് കഴിഞ്ഞൊരു 4 മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ഒരു പിന്നെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് SFIയുടെ ഒരു നേതാവ് ആക്രമിക്കപ്പെടുന്നു. ഈ 2 കേസും അന്ന് മുഖ്യമന്ത്രി കരുണാകരനാണ്. ഈ 2 കേസും ടാഡ അനുസരിച്ച് ചാർജ്, അത് നേരത്തെ സാധാരണ നിലയ്ക്കുള്ള പിന്നെ ഇതനുസരിച്ച് കേസ് ചാർജ് ചെയ്തു. പക്ഷേ പിന്നീട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ആവാം ടാഡ അന്ന് ഇന്നത്തെ നമ്മുടെ UAPA ഒക്കെ സമാനമായിട്ടുള്ള ടാഡ കേസുണ്ടായിരുന്നു. ഭീകരവാദത്തിനെതിരെയുള്ള കേസാണ്, വകുപ്പാണ്. ആ വകുപ്പ് ചേർത്ത് കേസെടുത്തു. ടാഡ വകുപ്പ് അനുസരിച്ച് ആദ്യമായി ചാർജ് ചെയ്ത കേസ് കേരളത്തിൽ എൻ്റെ നേരെ നടന്ന ആക്രമണമാണ്. സ്വാഭാവികമായും സുധീഷിൻ്റെ നേരെ നടന്ന ആക്രമണത്തിൻ്റെ കേസിലും ടാഡ ചാർജ് ചെയ്തു. അപ്പോൾ ടാഡ ചാർജ് ചെയ്തതനുസരിച്ച് പ്രതികളെ പിടിച്ചു. പിന്നെ ടാഡ അനുസരിച്ചുള്ള വകുപ്പുകളൊക്കെ ചേർത്തു. പിന്നെ 2 കൂട്ടരും ആവശ്യപ്പെട്ടതനുസരിച്ച് ടാഡ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നൊരു നിയമസംഹിതയല്ല എന്നുള്ള അഭിപ്രായം കൊണ്ട് തന്നെ, ഒരു കാടൻ നയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ടാഡ പിൻവലിക്കണം എന്നാവശ്യം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി. ടാഡ പിൻവലിച്ചു. അപ്പോൾ സ്വാഭാവികമായും കേസ് വീണ്ടും തകിടം മറിയാണ്. തകിടം മറിഞ്ഞു എന്ന് മാത്രമല്ല, അന്ന് എൻ്റെ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ 100% കേസ് അട്ടിമറി നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളും, ഈ മൊഴിയെടുക്കാൻ വന്ന സമയത്തൊക്കെ ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹം തയ്യാറാക്കിയ മഹസർ റിപ്പോർട്ടൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഏതായാലും കോടതിയിൽ കേസ് വന്നു, വർഷങ്ങളെടുത്തു, വിചാരണ നടന്നു. അതിലൊരു പ്രതി വിദേശത്തേക്ക് പോയി, അത് ഡിറ്റാച്ച് ചെയ്തു, അദ്ദേഹത്തെ പ്രത്യേകമായി മാറ്റി നിർത്തി, ബാക്കിയുള്ളവരെ വിചാരണ ചെയ്തു. വിചാരണ കോടതിയിൽ സത്യസന്ധമായി തന്നെ ഞാൻ മൊഴി കൊടുത്തു. സാക്ഷി മൊഴി വളരെ കൃത്യമായിരുന്നു. കേസിൽ 12 പ്രതികളെ ശിക്ഷയ്ക്ക് വിധിച്ചു. 12 പേരാണ് പ്രതികൾ, 12 പേരെയും ശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ 4 പേര് ഗൂഢാലോചന നടത്തി എന്ന പേരിലാണ്. അവർക്ക് ഏറെയും കുറഞ്ഞുള്ള ശിക്ഷകൾ വിധിച്ചു. പക്ഷേ നമ്മുടെ നീതിന്യായ വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് അവർ പിന്നെ അപ്പീൽ പോയി. അന്ന് തന്നെ അവർക്ക് ജാമ്യം കിട്ടി. കാരണം അത്തരത്തിലുള്ള വിധിയെ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഒരു വിധി ഉണ്ടായി എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഞാൻ നേരിട്ട് കോടതി മുറിയിൽ കൊടുത്ത സത്യസന്ധമായ മൊഴിക്ക് വിചാരണ ഘട്ടത്തിൽ പ്രതിരോധിക്കാനോ അതിനെ തടയാനോ ചെയ്യുന്ന കാര്യത്തിൽ പ്രതിഭാഗം വക്കീൽ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അന്ന് അവിടെ കൂടിയിരുന്ന വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു എന്നെ വിചാരണ ചെയ്യുന്ന സമയം, കോടതിയിൽ കേസ് വിചാരണ, എന്നെ സാക്ഷി വിസ്താരം നടത്തുന്ന സമയത്ത്. ജൂനിയർ വക്കീലന്മാർ ഒരുപാട് പേര്, കേസ് അറിയാവുന്ന ആളുകൾ, സീനിയർ ഒരുപാട് വക്കീലന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിശക്തമായ കേസാണ്, ശിക്ഷ ഉറപ്പാണ്. ശിക്ഷ വന്നു, ഉറപ്പ് തന്നെയായിരുന്നു ശിക്ഷ. എല്ലാവരും ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ അവർക്ക് അപ്പീൽ പോകാവുന്ന തരത്തിലുള്ള ശിക്ഷയാണ് വന്നത്. അന്ന് തന്നെ അവർ അപ്പീലിൽ പോയി അപ്പീൽ സമർപ്പിക്കുന്നു, ജാമ്യത്തിൽ ഇറങ്ങുന്നു. ഇന്നും ആ കേസ് ഫൈനൽ വിധി വന്നിട്ടില്ല. ഇപ്പോഴും അത് അപ്പീൽ കോടതിയിൽ കിടക്കുകയാണ്. എന്താണ് നിലവാരം, ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്നറിയില്ല. ഇപ്പോഴും എന്നെ ആക്രമിച്ച കേസിലെ പ്രതികൾ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. അതവിടെ ഒരു കാര്യം. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പി ജയരാജൻ്റെ കേസിൽ പ്രതികളെ ശിക്ഷിച്ചു, അവർ അപ്പീലിൽ പോയി. വളരെ ശക്തമായ വാദം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവർ കുറ്റവിമുക്തരാക്കപ്പെട്ടു. അപ്പോഴാണ് ജയരാജൻ പറയുന്നത് എനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്ര പോലും നീതി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഇരിക്കട്ടെ, എൻ്റെതിരിക്കട്ടെ. ജയകൃഷ്ണ മാഷിൻ്റെ കൊലപാതകം എത്ര ക്രൂരമായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പീൽ കോടതി എന്താ ഉണ്ടായത്? അപ്പീൽ കോടതിയിൽ പ്രതികളെ വെറുതെ വിടുകയാണ്. വെറുതെ വിട്ട പ്രതികളിൽ ഒരാളെ ജയകൃഷ്ണൻ മാഷെ കൊന്ന സ്കൂളിൻ്റെ രക്ഷാകർതൃ സമിതി യോഗത്തിൻ്റെ പ്രസിഡൻ്റായി അവരോധിക്കുന്നു ഈ ജയരാജൻ ഉൾപ്പെടുന്ന CPM നേതൃത്വം. അപ്പോൾ ആർക്കാണ് നീതി കിട്ടിയത്? ജയകൃഷ്ണൻ മാഷയുടെ അമ്മയ്ക്ക് നീതി കിട്ടിയോ? ജയകൃഷ്ണൻ മാഷയുടെ സഹപ്രവർത്തകർക്ക് നീതി കിട്ടിയോ? എത്രയെത്ര കേസുകൾ നാട്ടിലുണ്ട്. ഒരുപാട് കേസുകളിൽ ശക്തമായി ആദ്യത്തെ സംഭവം ഞാൻ പറഞ്ഞില്ലേ, വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ കേസിലെ പ്രതിയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി.
ആ കേസിൽ പിന്നെ രാമകൃഷ്ണേട്ടൻ്റെ ഭാര്യയ്ക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ നീതി കിട്ടിയോ? ഇല്ല. ആ കേസും വെറുതെ വിടുകയാണ്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകത്തിലെ കേസിലെ പ്രതികൾ വെറുതെ വിടപ്പെട്ടവരാണ്. അവർക്ക് നീതി കിട്ടാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പോസ്റ്റ്മോർട്ടം നമ്മൾ നടത്താൻ പുറപ്പെട്ടാൽ നീതി കിട്ടാത്ത സമൂഹമായി സംഘപ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എൻ്റെ കേസിൻ്റെ അവസ്ഥ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ ആ കേസ് 30 വർഷം കഴിഞ്ഞു. 94-ലാണ് സംഭവം. ഈ 30 വർഷം ഒരു തലമുറയുടെ ആയുസാണ് 30 വർഷം എന്ന് പറയുന്നത്. ഒരു തലമുറ പിന്നിടുകയാണ്. അപ്പോഴും കേസിൽ ഫൈനൽ തീരുമാനമായിട്ടില്ല. എവിടെയാണ് എന്താണ് എന്ന് ആർക്കും അറിയുന്നില്ല. എനിക്ക് പോലും അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ കുറ്റാന്വേഷണത്തിന് കോടതിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം കോടതിയുടെ മുമ്പിൽ തെളിവുകൾ എത്തണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. ഇത് സമർപ്പിക്കേണ്ടത് നീതി നിർവഹണ സംവിധാനമാണ്, പോലീസ് അധികാരികളാണ്. പോലീസ് അധികാരികളെ മുഴുവൻ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയാലോ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. അട്ടപ്പാടിയിൽ ആ വലയപ്പെട്ട 2 പിഞ്ചു മക്കളുടെ കേസൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുണ്ട് കേസിനെ സംബന്ധിച്ച് അതാണ്. പക്ഷേ നീതിന്യായ കോടതി അവരുടെ മുമ്പിൽ സത്യം എത്തുമ്പോൾ അതനുസരിച്ചുള്ള വിധി ഉണ്ടാകും എന്നുള്ളതാണ്. ജയരാജൻ്റെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്.